ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് ഇഡിയുടെ സമൻസ്. വെള്ളിയാഴ്ച ഹാജരാവാനാണ് നിർദ്ദേശം. CMRL ഉദ്യോഗസ്ഥരടക്കം 9 പേർക്കും ഇഡിയുടെ സമൻസ് ലഭിച്ചിരിക്കുകയാണ്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒപ്പം അന്വേഷണ പ്രാധാന്യമുള്ള ഒരു കേസിനാണ് ഇപ്പോൾ പുതിയ നീക്കം ആരംഭിക്കുന്നത്. ഇഡിയുടെ ആദ്യവട്ട പരിശോധനയൊക്കെ ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇഡി ഇപ്പോൾ സമൻസ് നൽകുന്നത് ഹൈക്കോടതിയിൽ നിന്നും അവർക്ക് അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഇഡിയുടെ തുടർ നീക്കം ഉണ്ടാവുന്നത്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, ഇഡിയുടെ നീക്കം വിശദമായി പരിശോധിക്കാം. നവമി ദിനേശ് ഒപ്പം BB അരുണുണ്ട്. ആദ്യം നവമി, ഇഡിയുടെ നീക്കം സമൻസ് ലഭിച്ചു കഴിഞ്ഞോ അതോ ഇന്ന് കൈമാറാൻ ഇരിക്കുകയാണോ? എന്താണ് ഇഡി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന? സജിത്ത്, എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നതിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ചതാണ് വീണ വിജയന് ഇഡി നോട്ടീസ് അയക്കും, ശശിധരൻ കർത്തയ്ക്ക് ഇഡി നോട്ടീസ് അയക്കുമെന്ന്. എന്തായാലും ആ ദിവസം വന്നെത്തി. ഇന്ന് തന്നെ നോട്ടീസ് സമൻസ് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് വീണ വിജയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വീണ വിജയൻ എന്ത് മറുപടി നൽകുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. സ്വാഭാവികമായും ആദ്യത്തെ 2 തവണ ഇഡി സമൻസ് അയക്കും. അതിൽ 2 പലപ്പോഴും ഹാജരാകാൻ ആവശ്യപ്പെടുമെങ്കിൽ പോലും അവർ നൽകുന്ന വിശദീകരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൌകര്യം ചൂണ്ടിക്കാട്ടി മറ്റൊരു ദിവസത്തേക്ക് ഹാജരാകാം അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ഡേറ്റ് തരണമെന്നായിരിക്കും സ്വാഭാവികമായും ആദ്യം സമൻസ് അയക്കുന്നവർ പറയുന്നത്. എന്തായാലും വീണ വിജയൻ എന്ത് മറുപടി നൽകുമെന്നാണ് ഇനി അറിയേണ്ടത്. നിലവിൽ വെള്ളിയാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയക്കാനാണ് ഇഡി ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ സമൻസ് അയക്കും എന്നുകൂടി അറിയുന്നു. വീണ വിജയൻ ഉൾപ്പെടെ 9 പേർക്കാണ് സമൻസ് അയക്കുന്നത്. വീണ വിജയനാണ് വെള്ളിയാഴ്ച ഹാജരാകേണ്ടത്. മറ്റുള്ളവരുടെ തീയതി പുറത്തു വന്നിട്ടില്ല. എന്തായാലും 9 പേർക്കുള്ള സമൻസ് അയക്കാനാണ് ഇഡിയുടെ തീരുമാനം. ആ 9 പേർ, അതിലൊന്ന് CMRL MD ശശിധരൻ കർത്തയാണ്. മറ്റൊന്ന് CMRLന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശരണസ് കർത്ത, അത് ശശിധരൻ കർത്തയുടെ മകനാണ്. മൂന്നാമതായി CMRL ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് കുമാർ. അങ്ങനെ ഇവരാണ് പ്രധാനപ്പെട്ടവർ. ഇവരെ കൂടാതെ CMRLന്റെ ജീവനക്കാർക്കും സമൻസ് അയക്കും. അങ്ങനെ 9 പേർക്കുള്ള സമൻസാണ് ഇഡി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൈവരുന്നത് പിണറായി വിജയന്റെ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. വീണ തൈക്കണ്ടിയിലാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയായി നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൈവരുന്നത്. എന്തായാലും വെള്ളിയാഴ്ച നടക്കുന്ന ചോദ്യം ചെയ്യൽ അത് തെളിവുകൾ നിരത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് 12 ഇടങ്ങളിൽ ഇഡി നടത്തിയ പരിശോധന, ആ റെയ്ഡിൽ വീണ വിജയനെതിരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇഡി പറയുന്നത്. അതിൽ 3 ബാങ്ക് അക്കൌണ്ടുകളാണ് ഈ വീണയുടേതായിട്ട് മരവിപ്പിച്ചിരിക്കുന്നത്. ആ മരവിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൌണ്ടുകളിലൂടെയാണ് CMRLും എക്സാലോജിക്കും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അതിനാവശ്യമായിട്ടുള്ള മറ്റ് തെളിവുകൾ റെയ്ഡ് നടത്തിയതിൽ നിന്നും വീണയുടെ വീട്ടിൽ നിന്നും ഇതിന്റെ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തിക കൈമാറ്റവുമായി ബന്ധപ്പെട്ട തെളിവുകൾ, ഇവരുടെ ബാങ്കുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇഡി പറയുന്നത്. ഒപ്പം വീണ വിജയന്റെ ഒരു മൊബൈൽ ഫോണാണ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. ആ മൊബൈൽ ഫോണിലൂടെയാണ് CMRL, പ്രത്യേകിച്ച് CMRL MD ശശിധരൻ കർത്തയും വീണ വിജയനും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ, അവർ അയച്ച ഈ ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ, ഇതെല്ലാം ഫോണിലുണ്ടെന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം, ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പും ഇഡി ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ ശേഖരണത്തിന് ശേഷം തന്നെയാണ് ഇഡി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും. അതിൽ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഹൈക്കോടതിയിൽ നിന്നും SFIO ശേഖരിച്ച തെളിവുകൾ ഇഡിക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ രേഖകൾ 10 ദിവസത്തിനുള്ളിൽ ഈ രേഖകൾ കൈമാറണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തെളിവുകളും കൂടി ശേഖരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിരത്തി വെച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇഡിയുടെ ചോദ്യമുനയിലേക്ക് വീണ വിജയൻ വരുമ്പോൾ എത്രമാത്രം ഇതിന്റെ പ്രതിരോധിക്കാൻ വീണ വിജയനും CMRLനും കഴിയുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അതിക്രമമൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ കേസുകൾ കൂടി സമാനമായ രീതിയിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ചോദ്യമുനയ്ക്ക് മുന്നിലേക്ക് വീണ വിജയൻ വരുമ്പോൾ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇഡി വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നതും. സജിത്ത്, അതാണ് അതിന്റെ നിയമ സാഹചര്യം. നവമി തുടരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.